180 ഗ്രാം മുന്തിയ ഇനം രാസലഹരിയുമായി ഡാർക്ക് മർച്ചന്റ് എന്നറിയപ്പെടുന്ന ദീപകും നോർത്ത് പറവൂർ സ്വദേശിനി ദീക്ഷിതയും പോലീസ് പിടിയിൽ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ചാണ് മാരക രാസലഹരിയായ MDMA-യുമായി രണ്ടുപേരെ പിടികൂടിയത്. ഇരിങ്ങാലക്കുട വെള്ളാങ്ങല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ 30 വയസ്സുള്ള ദീപക് രാജു, എറണാകുളം നോർത്ത് പറവൂർ മൂത്തങ്കുന്ന് സ്വദേശിനി 22 വയസ്സുള്ള ദീക്ഷിത എന്ന യുവതിയുമാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നുമാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത്. തൃശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുൻപും ലഹരിമരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും ഇയാൾ ലഹരിക്കടത്തും വിൽപ്പനയും തുടരുകയായിരുന്നു. ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുന്തിയ ഇനം രാസലഹരിയാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിലൊന്നാണിത്. പ്രതികൾ ഉൾപ്പെടുന്ന ലഹരി സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. റൂറൽ DCP ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ, ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ N പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള CR പ്രദീപ്, PP ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, ഷൈൻ TR, PM മൂസ, സൂരജ് വിദേവ്, ലിജോ ഇയാനി, റെജി AU, ബിനു MJ, ബിജു CK, ഷിജോ തോമസ്, സോണി PX, ഷിൻഡോ KJ, നിഷാന്ത് AB എന്നിവരടങ്ങിയ റൂറൽ ഡാൻസ് ഓഫ് സ്ക്വാഡും കൊടകര ഇൻസ്പെക്ടർ ദാസ് PK, ASI-മാരായ ബൈജു MS, ജ്യോതിലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബെന്നി KP, സിവിൽ പോലീസ് ഓഫീസർ ആഷിഖ് എന്നിവരും ചേർന്നാണ് മയക്കുമരുന്നും പ്രതികളെയും പിടികൂടിയത്. മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഡാർക്ക് മർച്ചന്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദീപക് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ 2021 10 കിലോ കഞ്ചാവ് കടത്തിയതിന് പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ ആളാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് അന്ന് പിടിയിലായത്. പിന്നീടും നിരവധി തവണ ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി ഇയാൾ പിടിയിലായിട്ടുണ്ടെങ്കിലും ജയിലിൽ നിന്നും പുറത്തിറങ്ങി ലഹരി വിൽപ്പന തുടർന്നു വരികയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും അന്തർ സർവീസ് നടത്തുന്ന ബസ്സിൽ വന്ന് കൊടകരയിൽ ഇറങ്ങി മേൽപ്പാലത്തിന് കീഴിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം ലക്ഷ്യമാക്കി നടന്നുവരുമ്പോഴാണ് ഇവരെ പോലീസ് സംഘം പിടികൂടിയത്. 10 ലക്ഷം രൂപ ചില്ലറ വിപണിയിൽ വില വരുന്ന ഈ മയക്കുമരുന്ന് 1 ലക്ഷത്തിലേറെ രൂപ നൽകിയാണ് ബാംഗ്ലൂരിൽ നിന്നും ഇവർ വാങ്ങിയത്. ബാംഗ്ലൂരിൽ ഇവർക്ക് രാസലഹരി കൈമാറിയ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തെപ്പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു.